ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ബോംബെ ഹോട്ടലിൻ്റെ ബീഫ് ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം. എത്ര മിനിറ്റ് ടൈമർ? 10 മിനിറ്റാണ് ടൈമർ വെച്ചിട്ട്. ഏറ്റവും കൂടുതൽ തിന്നുന്ന ആൾക്കാണ് 500 റുപ്പീസാണ് ക്യാഷ് പ്രൈസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞങ്ങൾ ചാലഞ്ച് ചെയ്യാൻ പോവാം. സ്റ്റാർട്ട് ചെയ്യട്ടെ? പറഞ്ഞോ. 500 രൂപ മാറ്റാം. ഇതെങ്ങനെ തുറക്കുക? 10 മിനിറ്റ് ടൈമർ തുടങ്ങി. പിന്നെ ഞാൻ അതെങ്ങനെ? അമ്മ പറഞ്ഞു. എൻ്റെ അടുത്ത് കോമ്പറ്റില്ല. നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഫുഡിനോട് കഴിക്കും. ഞാൻ ഫുഡിനോട് എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ എനിക്ക് കൊതിയാണ്. തിന്നാൻ തുടങ്ങി എനിക്ക് അത്ര വേണ്ട. അതാണ്. ഇതെന്താ ചിക്കൻ ബിരിയാണി? അല്ല, ചിക്കൻ. എനിക്ക് ബീഫാണ്. അത് ബീഫ്. ഇങ്ങനെ വെക്കാലോ. 10 മിനിറ്റ് 28 മിനിറ്റ്. അയ്യോ, പിന്നെ ചിക്കനുള്ള ബീഫോ? ശരി. ഞാൻ തുടങ്ങിയിട്ടില്ല. ചേച്ചി ഫസ്റ്റ് അടിക്കുമെന്നാ തോന്നുന്നു. നമുക്ക് തോന്നിച്ചിട്ട് വരും. ഉണ്ടല്ലോ. അത്ര വെള്ളമുള്ളത് ഇത്ര എനിക്ക് വലിയ വയറാണ്, ചെറിയ തൊണ്ടക്കുള്ളിയ. വെള്ളത്തിന് കൂടി എനിക്ക് വെള്ളം എന്തായാലും വേണ്ടി വരും. ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം തന്നെ ചാലഞ്ചിനൊന്നും വെക്കുക വെള്ളം. ചോറ് ഒട്ടി. ഇത് നല്ല രസമുണ്ടല്ലോ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഇത് പറയുന്നുണ്ട്. ശർക്കര ചോറ് കഴിഞ്ഞ എന്ത് വെള്ളം? വെള്ളം കഴിഞ്ഞാ ടൈം വെള്ളം 6 മിനിറ്റും കൂടെ ഉള്ളൂ. 6 minutes 52 seconds. പിങ്ങി എടുത്ത് ടൈം ഞാനല്ല. നിനക്കൊന്നും ഇത് കിട്ടിയില്ല? എത്രയാ? എനിക്ക് ശരിക്കും 6 മിനിറ്റുള്ള അച്ചാറ് സൂപ്പർ. ഒന്നും കിട്ടില്ല. ഞാൻ കിട്ടുന്നുണ്ട്. എനിക്ക് ഡേറ്റ്സ് ഇഷ്ടമല്ല. വെള്ളം തോന്നുന്നു. എൻ്റെ വെള്ളം തന്നില്ലേ? എൻ്റെ തന്നില്ല. എത്ര ഉണ്ട്? ആദ്യം തീർന്നിട്ട് എടുക്കണം. ആ പ്ലേറ്റിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അമ്മ ഡിസ്ക്വാളിഫൈഡ്. ഓ, ആ പ്ലേറ്റ് മൊത്തം തീർത്തിട്ട് എടുത്താൽ മതി. എനിക്ക് കഴിയാത്തോണ്ടല്ല ഞാൻ എപ്പോഴും നിർത്തും. പക്ഷെ നല്ല ചേച്ചി നമ്മളെക്കാട്ട് അങ്ങനെ ചേച്ചി നടക്കണം. ഗോപി തോറ്റു തന്നെ പഠിക്കും. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യണം. അയ്യോ, 4 മിനിറ്റുള്ളൂ. എന്നിട്ട് ബാക്കിലേക്ക് ഇട്ടുകൂടെ? എത്ര കഷ്ടപ്പെടണോ? എനിക്ക് മതിയായി ചുറ്റിയാവോ? ചുറ്റിയ
ഇവിടെ നന്ദുവിന് കറുണ്ട്. ഗോപിന് എത്രയാ? ഗോപു ആയിട്ട് ലാസ്റ്റ് കേട്ടോ. ചെറിയ വാഴ എനിക്ക് 500 ഇല്ല. 500 ഇല്ല. സെക്കൻഡ് പ്രൈസ് 250 ഇല്ല. സെക്കൻഡ് പ്രൈസ് ഒന്നുമില്ല. അതൊക്കെ കണ്ടു പോടാ. സെക്കൻഡ് പ്രൈസ് ഒന്നുമില്ല. ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നുണ്ട്. നീ തോറ്റു. ഊയ് ഇനി എത്ര ടൈം ഉണ്ട് തന്നു? 2:34. മതിയായി കിട്ടിയാ. പിന്നെ ഞാനും ചേച്ചി നമ്മളായിരിക്കും. തമ്മിലൊന്നുമില്ല എൻ്റെ. നീ കിട്ടിയത് പോയിക്കോ. അമ്മ അത് അമ്മേന്റെ പ്ലേറ്റ് ഇട്ട് തിന്നു. എന്റെ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓടിക്കാം. ആർക്കെങ്കിലും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കിട്ടിയാൽ എൻ്റെ പ്ലേറ്റിലേക്ക് തരാം. ആദ്യം സ്വന്തം സ്വന്തം പ്ലേറ്റിലേക്ക് മുന്തിരി കണ്ടോന്റെ പ്ലേറ്റിലേക്ക്. അതാ മുന്തിരി. അയ്യോ എനിക്ക് വയ്യ. ഇത് നിങ്ങൾ തന്നെ ജയിക്കും. ചൂടെടുത്തിട്ട് അതല്ലേ ഞാൻ പറഞ്ഞ ഫാൻഡാണ്. ഒന്നുമില്ല. അയ്യോ 1.5 മിനിറ്റ് കൂടി. എന്തായാലും പോയിട്ട് ഞാൻ ഈ ചിക്കൻ ബീഫ് കേട്ടോ. ഞാനെന്തോ പോകണം. പ്ലേറ്റ് കാലിയാക്കണം. അമ്മ തോറ്റ്. ഇല്ല. ഞാനിപ്പോ ഫൈറ്റ് ചെയ്യണ്ട. വേണം തീർന്നു തീർക്കണം. തിന്നു തീർക്കണമെന്നൊന്നുമില്ല. ഏറ്റവും കൂടുതൽ തിന്നാൽ മതി. എന്നാലും നിനക്ക് 10 മിനിറ്റ് തീർക്കാൻ പറ്റുമോ? എൻ്റെതായ ഒരു ചാലഞ്ച് അല്ലേ. ഈ ചലഞ്ച് എല്ലാം ചെയ്യുന്നു. ഗോപു കളിയിൽ ഔട്ട്. ഒന്നുമില്ല. എനിക്ക് സൈഡിൽ അതിന്റെ വെള്ളം ചമ്മ 33 സെക്കൻഡ് കൂടി. ഓൺലി 33. അമ്മ അതൊന്നും എടുക്കാൻ നിൽക്കണം. അതിനൊക്കില്ല. അമ്മേന്റെ ബീഫ് അമ്മ കഴിച്ചിട്ടേ ഇല്ല. അമ്മ ചീറ്റിങ് ഞാൻ എന്റെ ബീഫൊക്കെ കഴിച്ചു. അയ്യോ ഫെയിലയോ. ഞാനിത് കംപ്ലീറ്റ് ആക്കി എന്റെ പ്ലേറ്റ്. എനിക്കറിയാം. നിങ്ങളും കുടിച്ചോ. നന്ദുചേച്ചിന്റെ പ്ലേറ്റ് എത്ര ബാക്കിയുള്ളൂ. എന്റെ പ്ലേറ്റില് ഇലയിലൊന്നും ഇല്ല. പിന്നെ എന്റെ പ്ലേറ്റിൽ ഇത്രേ ബാക്കിയുള്ളത്. ഞാൻ ഫിനിഷ് ചെയ്തു. പക്ഷെ ഇത് മൊത്തം എന്റെ ബാക്കി നിവർത്ത് ബിരിയാണിയോളം ബാക്കി. അമ്മയാണ് ഞെട്ടിച്ചത്. സാധാരണ അമ്മ അത്ര കഴിക്കില്ല. പിന്നെ അത് ബാക്കിയുള്ളൂ. അപ്പം കയ്യിൽ ബിരിയാണി അതുകൊണ്ട് എനിക്ക് എടുക്കാൻ ഓക്കെ. അപ്പൊ ഇന്നത്തെ അവിടെ വെച്ചോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.